ജില്ലയിലെ വണ്ടൂർ. പത്ത് മണിക്കൂർ ഉണങ്ങേണ്ട ഐറ്റാണെങ്കിൽ ഇതിൽ 10 മണിക്കൂർ സെലക്ട് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ സെറ്റ് അപ്പ് ഡൗൺ എന്ന് പറഞ്ഞ ഈ ഒരു 3. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാട്ടോ. വണ്ടൂർ നമ്മൾ പുതിയൊരു മില്ല് ഓപ്പൺ ചെയ്യണമെന്ന് നമ്മളെ മെക്മാർക്കിൻ്റെ 500 തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ആ ഒരു ഇലക്ട്രിക് ഡ്രയർ നമ്മളെ അനസ് എന്ന് പറഞ്ഞ നമ്മളെ ഈ ഓയിൽ മില്ലിൻ്റെ ഉടമ മേടിച്ചിട്ടുണ്ട്. ആ ഡ്രയറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തലും നമ്മളതിൽ തേങ്ങ വെട്ടി അത് എങ്ങനെയൊക്കെയാണ് അത് സ്വിച്ച് ഓൺ ചെയ്യുന്നത്, അതിലത്തെ ഡ്രയറുടെ സൈസ്, ഡ്രയറുടെ ക്വാളിറ്റി, നമ്മുടെ ഡ്രയറിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നേരെ വീഡിയോയിൽ പോവാം. വണ്ടൂർ പെരിന്തൽമണ്ണ റൂട്ടിൽ ചെട്ടിയാറമ്മൽ എന്ന പ്രദേശത്താണ് ഈ CKS എന്ന മില്ല് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ മെഹ്റാജ് എന്ന് പറഞ്ഞ റൈസ് ഫ്ലവർ ഓയിൽ മില്ല് എന്നാണ് എൻ്റെ പേര്. CKS എന്ന പേരിലൊക്കെ അറിയപ്പെടുക. ഇവിടെ ധാന്യങ്ങളുണ്ട്, മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, പച്ചത്തേങ്ങ ഉണക്കി ആട്ടിക്കൊടുക്കുന്നു. നമ്മൾ ഇലക്ട്രിക് ഡ്രയറിൽ പച്ചത്തേങ്ങ ഉണക്കി ആട്ടിക്കൊടുക്കും. അപ്പോൾ ഇവിടെ പലവിധ മെഷീനറീസുകൾ കാണട്ടോ. ആ കൂട്ടത്തിൽ മെക്മാർക്കിൻ്റെ 500 തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക് ഡ്രയർ ഇവിടെയുണ്ട്. ഇന്ന് ഈ കടൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മില്ലിൻ്റെ ഉടമയുടെ പിതാവ് കൂടിയായ അദ്ദേഹമാണ് ഈ കട ഉദ്ഘാടനം ചെയ്തത്. പലവിധ ഉസ്താദുമാരുടെയും ബന്ധുമിത്രാദികളുടെയും നേതൃത്വത്തിലാണ് കട ഉദ്ഘാടനം ചെയ്തത്. അത് മേടിച്ചിട്ട് വളരെ അധികം സൗകര്യത്തോടെയാണ് ഈ മെഹ്റാജ് CKS എന്ന റൈസ് ഫ്ലവർ മില്ല് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ റൂം സൗകര്യം, മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ ഫ്ലവർ മില്ല് സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ഇതാട്ടോ മെക്മാർക്കിൻ്റെ 500 തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക് ഡ്രയർ. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ബോഡി ഇന്നർ മെറ്റീരിയൽ അലുമിനിയം കോമ്പോസിഷൻ പാനൽ ആണ്. ബോഡി ഔട്ടർ മെറ്റീരിയൽ ഹൈലോൺ ഷീറ്റ്. ബോഡി തിക്നെസ് 30 mm. ബോഡി തെർമൽ ഇൻസുലേറ്റഡ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡ്രയറിനകത്ത് തേങ്ങ വെട്ടി ഈ ഡ്രയർ ഓൺ ആക്കുന്നതും അതിൻ്റെ ഡ്രയറിനെ കുറിച്ച് പരിചയപ്പെടുത്തലുമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങ ഏകദേശം 500 തേങ്ങയോളം ഇവിടെ വെട്ടി തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രയറിനകത്ത് ഏകദേശം 16 ട്രേ ആണ് ഉണ്ടാകുക. ട്രേയുടെ സൈസാണ് ട്രേയുടെ സൈസാണ് 90 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ നീളവുമാണ് ഈ 500 തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഡ്രയറിൻ്റെ ട്രേയുടെ സൈസ്. അങ്ങനെ ഇതിൽ 16 ട്രേ ആണ് ഉണ്ടാവുക. ഏകദേശം ഈ ഡ്രയറിനകത്ത് 90 സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉണ്ടാവും കേട്ടോ. ഈ ഡ്രയറിനകത്ത് 16 ട്രേ ഉണ്ടാകുക. അതിൽ 6 ട്രേ അലുമിനിയം കോട്ടഡ് ട്രേയും ബാക്കിയുള്ളത് സാധാ ടാറ്റൻ്റെ സ്ക്വയർ നെറ്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രയറിൽ ഏകദേശം 500 തേങ്ങയാണ് കൊള്ളുക. തേങ്ങ നമ്മൾ ഈ ട്രേക്കകത്ത് വളരെ അടുക്കിയാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഏകദേശം 28-30 മണിക്കൂറോളം നമുക്ക് ഈ തേങ്ങ കൊപ്രയായി കിട്ടാൻ സമയമെടുക്കും. പുതിയതാകുമ്പോൾ ഡ്രയറിനകത്ത് ഏകദേശം 15 മണിക്കൂറോളം നമ്മൾ ഫസ്റ്റ് ടൈം വെക്കുകയും ശേഷം 15 മണിക്കൂർ നമ്മൾ ചിരട്ടയിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും ഡ്രയറിനകത്ത് സെറ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ടെമ്പറേച്ചർ ഏകദേശം 65 ഡിഗ്രിയിലാണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്. ടെമ്പറേച്ചർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഇത്തരം ഇലക്ട്രിക് ഡ്രയറിൽ നമുക്ക് കൊപ്ര, അതുപോലെ തന്നെ ജാതിക്ക, ജാതിപത്രി, മല്ലി, മുളക് എന്നിവ വളരെ അനായാസം നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്നത് ഒരു മൾട്ടി പർപ്പസും കൂടിയാണ്. ഇതിൽ മീൽസ്, അതുപോലെ ഐറ്റംസുകളെല്ലാം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാം. സാധാരണ ഫയർവുഡ് ഡ്രയറിനെ അപേക്ഷിച്ച് വളരെയധികം ലാഭകരവും അധ്വാനം വളരെ കുറവുമാണ് ഇത്തരം ഇലക്ട്രിക് ഡ്രയറിനകത്ത് ഉള്ളത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇത്തരം ഇലക്ട്രിക് ഡ്രയറുകൾ നമ്മൾ നിർമ്മിച്ച് നൽകുന്നത്. മെക്മാർ കമ്പനിയുടെ തന്നെ പലവിധ സൈസുകളിൽ ഡ്രയർ ലഭ്യമാണ്. 30 തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഡ്രയർ മുതൽ 2000 തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഡ്രയർ വരെ മെക്മാർ കമ്പനി നിർമ്മിച്ച് നൽകുന്നു. അങ്ങനെ നമ്മൾ ഡ്രയർ ക്ലോസ് ചെയ്യുകയാണ്. ഇനി എങ്ങനെയാണ് ടൈമർ, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക എന്ന് നമുക്കത് വിശദമായി പരിശോധിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റാവുന്ന, അനായാസം ലോക്ക് തുറക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ ഇത്തരം ഡ്രയറുകളുടെ ഡോറുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രയറിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ് നമ്മൾ ഈ പുറത്ത് എഴുതി ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഡ്രയറിൻ്റെ ടോപ്പ് വശം പച്ചത്തേങ്ങ വെട്ടിയ ഉടനെ തന്നെ ആ ഹോള് അല്പം തുറന്ന് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൊപ്ര ചിരട്ടയിൽ നിന്ന് എടുത്തതിന് ശേഷം ആ ഹോളുകൾ അടച്ച് ക്ലോസ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ടെമ്പറേച്ചർ എങ്ങനെ സെറ്റ് ചെയ്യുക, ടൈമർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് വിശദമായി വീഡിയോയിൽ കാണാം.
ഈ ഒരു ടെമ്പറേച്ചറിന്റെ മീറ്ററിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു മീറ്ററിന്റെ അടിയിലായിട്ട് സെറ്റ് അപ്പ് ഡൗൺ എന്ന 3 ബട്ടൺ കാണാം. അതിൽ തന്നെ സെറ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ഒറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്പ്ലേ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇതുപോലെ ഇപ്പൊ ബ്ലിങ്ക് ചെയ്യുന്നത് ഇപ്പൊ സെറ്റ് ഇതിൽ ഓൾറെഡി ഇപ്പൊ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിൽ 60 ഡിഗ്രി കാണുന്നത്, 60 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. നമുക്ക് 65 ഡിഗ്രിയിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ്സ് മാറ്റാൻ നോക്കാം. ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ടെമ്പറേച്ചർ കൂടി വരുന്നതായിട്ട് കാണാം. എന്നിട്ട് നമുക്ക് വേണ്ട ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിനു ശേഷം സെറ്റ് ചെയ്യുന്ന ബട്ടൺ ഒന്നും കൂടി പ്രസ് ചെയ്യാം. അപ്പം ഈ ഒരു ഉള്ളിൽ 65 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റായി. ഇപ്പൊ നിലവിൽ കാണിക്കുന്ന ഈ ഒരു ടെമ്പറേച്ചർ 29.5 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ഇതിപ്പം ആക്ച്വൽ ഡ്രയറിന്റെ ഉള്ളിലുള്ള ആക്ച്വൽ ടെമ്പറേച്ചർ ആണ്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ 65 ഡിഗ്രിയാണ്. അപ്പൊ അത് 65 ഡിഗ്രി ടെമ്പറേച്ചർ ആവുന്നത് വരെ എന്ത് ചെയ്യും, ഇതിന്റെ ഹീറ്റർ വർക്ക് ചെയ്തിട്ട് ഈ ഒരു 65 ഡിഗ്രിയിൽ എത്തുമ്പോൾ തനിയെ ഹീറ്ററിന് ഓഫ് ആവും. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഹീറ്ററിന്റെ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ടൈമർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് വേണ്ട സമയം എത്ര മണിക്കൂറാണ് ഡ്രയറിൽ ഐറ്റം ഉണങ്ങേണ്ടത് അത്രയും മണിക്കൂറാണ് ഇതിൽ സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. ഒരു 10 മണിക്കൂർ ഉണങ്ങേണ്ട ഐറ്റം ആണെങ്കിൽ ഇതിൽ 10 മണിക്കൂർ സെലക്ട് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ സെറ്റ് അപ്പ് ഡൗൺ എന്ന് പറഞ്ഞ ഈ ഒരു 3 ബട്ടൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം സെറ്റ് ചെയ്യുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ടൈം കൂടി വരുന്നത് കാണാം. നമുക്ക് 10 മണിക്കൂർ വേണ്ട ഒരു ഐറ്റം ആണെങ്കിൽ 10 മണിക്കൂർ എന്ത് ചെയ്യാം, ഇതുപോലെ സെലക്ട് ചെയ്ത് വെക്കുക. 10 മണിക്കൂർ ഇതിലിപ്പോൾ 10.0 എന്ന് കാണിക്കുന്നത്, അതായത് 10 മണിക്കൂറാണ്. 10 മണിക്കൂർ കഴിയുമ്പോൾ ഡ്രയർ തനിയെ ഓഫ് ആവും. അതായത് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കൂർ. 10.5 എന്ന് വേണേൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10.5 മണിക്കൂറാണ്. 0.5 എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറാണ് വർക്ക് ചെയ്യുക. ഇപ്പൊ 10.5 ആണ് സെലക്ട് ചെയ്തത്. അപ്പം 10.5 മണിക്കൂറാണ് ഇത് വർക്ക് ചെയ്യുക. 10.5 മണിക്കൂർ കഴിയുമ്പോൾ ഡ്രയർ തനിയെ ഓഫ് ആവും. നമുക്ക് അങ്ങനെ എത്ര മണിക്കൂർ ആണെങ്കിലും സെറ്റ് ചെയ്തേക്കാൻ പറ്റും. 15 മണിക്കൂറാണെങ്കിൽ അതിൽ 15 എന്ന് സെലക്ട് ചെയ്താൽ മതി. അത് 1.5 മണിക്കൂർ ചെയ്യുന്ന സാധനമാണെങ്കിൽ 1.5 എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ഇതിലിനി കുറച്ച് കഴിഞ്ഞ സമയം കഴിയുന്നതനുസരിച്ച് ഒരു സമയം കുറഞ്ഞ് വരുന്നത് കാണാം. അങ്ങനെ കുറഞ്ഞ് 9, 8, 7 അങ്ങനെ കുറഞ്ഞ് കറക്റ്റ് 0യിൽ വന്ന് ഡ്രയർ ഫുള്ളായിട്ട് ഓഫ് ആകുന്നത് കാണാം. ഇതിന്റെ ഫുൾ സമയം റൺ ചെയ്ത് കഴിഞ്ഞ് ഡ്രയർ ഓഫായി 0യിൽ വന്ന് ഡ്രയർ ഫുള്ളായിട്ട് ഓഫ് ആകുന്നത് കാണാം. ഇതിന്റെ ഫുൾ സമയം റൺ ചെയ്ത് കഴിഞ്ഞ് ഡ്രയർ ഓഫായി കഴിഞ്ഞാൽ ഇതുപോലെയാണ് പിന്നെ കാണിക്കുക. ഇതുപോലെ 3 ഡോട്ട് മാത്രമാണ് കാണിക്കുക. നമുക്ക് വീണ്ടും ഈ ഒരു ഡ്രയർ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ പവർ ബട്ടൺ ഓഫ് ചെയ്ത് ഓൺ ചെയ്താലൊന്നും എന്ത് ചെയ്യില്ല, ഡ്രയർ റീസ്റ്റാർട്ട് ആവില്ല. റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു ടൈമറിന്റെ ഡൗൺ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ ഡ്രയർ റീസ്റ്റാർട്ട് ആവുള്ളൂ. അതായത് ഈ ഒരു 3 ഡോട്ട് ഡ്രയറിന്റെ പാനലിൽ കാണുന്ന സമയത്ത് ഡ്രയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡൗൺ എന്ന് പറഞ്ഞ ബട്ടണാണ് അമർത്തേണ്ടത്. ഡൗൺ എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ റീസ്റ്റാർട്ട് ആവും. നമ്മൾ മുൻപ് എത്ര മണിക്കൂറാണോ സെറ്റ് അയച്ചത് ആ ഒരു മണിക്കൂർ തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ട് വന്ന് കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഈ വണ്ടൂർ ചെട്ടിയാറമ്മൽ എന്ന പ്രദേശത്താട്ടോ നമ്മൾ ഈ CKS മില്ല് സ്ഥിതി ചെയ്യുന്നത്. മെറ്റ്മാർക്കിൻ്റെ 500 തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക് ഡ്രയറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോടുമായി പങ്കുവെച്ചത്. ഇതൊരു മൾട്ടിപർപ്പസാണ്. ജാതിക്ക, ജാതിപത്രി, മല്ലി, മുളക് എക്സെട്ര എന്നിവയെല്ലാം നമുക്കിത് ഉണക്കിയെടുക്കാം. മീൻസ് ഐറ്റംസിൽ ഉണക്കിയെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.